നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മാർവൽ സ്റ്റുഡിയോയുടെ സൂപ്പർ ഹീറോ അഡ്വഞ്ചർ ചിത്രമാണ് എറ്റേണൽസ്. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രത്തിന് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ പ്രദർശിപ്പിക്കാനാവില്ലെന്ന് അധികൃതർ രംഗത്തെത്തി. സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ അടങ്ങിയതാണ് $20 കോടി ചിത്രത്തിന് സൗദി അനുമതി നിഷേധിക്കാൻ കാരണമായി മാറിയത്. സൗദിയിലെ ഓഡിയോ വിഷ്വൽ മീഡിയ നിയമപ്രകാരമുള്ള ഭേദഗതികൾ വരുത്തിയാൽ മാത്രമേ ചിത്രം രാജ്യത്ത് പ്രദർശിപ്പിക്കാനാവൂ എന്ന് വിതരണക്കാരായ ഡിസ്നി എന്റർടൈൻമെന്റിന് അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ അനുകൂലമായ തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും സൗദി ജനറൽ കമ്മീഷൻ ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ വക്താവ് ഉമർ അബൂബക്കർ അറിയിച്ചു. സെൻസർ ബോർഡ് നീക്കാൻ ആവശ്യപ്പെട്ട രംഗങ്ങൾ മാറ്റാതെ പ്രദർശനാനുമതി നൽകാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദി അറേബ്യക്ക് പുറമെ ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ഇതേ കാരണത്താൽ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. നവംബർ 11 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ നീക്കാനാവില്ലെന്ന് ഡിസ്നിയുടെ നിലപാടിനെ തുടർന്ന് ഇത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഈ രാജ്യങ്ങളുടെയെല്ലാം സിനിമാ വെബ്സൈറ്റുകളിൽ നിന്ന് എറ്റേണൽസ് പ്രദർശനത്തിന്റെ ഷെഡ്യൂളുകളും വാർത്തകളും ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ UAE ഇതുവരെ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. UAEയുടെ സിനിമാ വെബ്സൈറ്റുകളിൽ ഇപ്പോഴും കമ്മിങ് സൂൺ കാറ്റഗറിയിൽ എറ്റേണൽസ് നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആദ്യമായാണ് തങ്ങളുടെ ചിത്രത്തിന് ഗേ സൂപ്പർ താരങ്ങളെ കഥാപാത്രങ്ങളായി ഉൾപ്പെടുത്തുന്നത്. നടൻ ഹാസൈമർ, ബ്രിയൻ ടെയ്റി ഹെൻഡി എന്നിവരാണ് എറ്റേണൽസിലെ ഗേ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഹോളിവുഡ് സിനിമകൾ പ്രദർശിപ്പിക്കുമ്പോൾ സാധാരണയായി ചിത്രത്തിലെ ലൈംഗിക ദൃശ്യങ്ങൾ പലതും സെൻസർ ചെയ്യപ്പെടാറുണ്ടെങ്കിലും എറ്റേണൽസിലെ സ്വവർഗാനുരാഗ ദൃശ്യങ്ങൾ മാറ്റാൻ നിർമ്മാതാക്കൾ വിസമ്മതിക്കുകയായിരുന്നു. കൂടാതെ എറ്റേണൽസിൽ ഗേ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയ ഡിസ്നിയുടെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഗേ സീനുകൾ ഒഴിവാക്കുന്നത് വ്യാപക വിമർശനത്തിനിടയാക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.